بسم الله الرحمن الرحيم നബിയെ കരുണ കടലോരേ മുത്തുനബി ഷഫീഉൽ ഉമ്മ മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നോരത്തോരേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മഹദ് ഫള് കൊണ്ട് ഇന്നാണ് ബറാഅത്തിൻ്റെ രാവ്. ഞങ്ങൾക്ക് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. കുറേ ആളുകൾ വിഷമത്തിലും പ്രയാസത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ ബലാ അല്ലാഹു എത്രയും പെട്ടെന്ന് ഉയർത്തി എല്ലാവർക്കും സുഖവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഏതായാലും ഇൽമ പഠിക്കൽ, അത് പഠിപ്പിക്കലും അതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലും എല്ലാം പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ധാരാളം ചാൻസ്, ധാരാളം അതിനുള്ള എല്ലാ മാർഗങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ഉപയോഗമെടുക്കണം. അതിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം ഒരാളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പണിയെന്ന്. നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇബാദത്തിനായി എൻ്റെ ജീവിതം ഒഴിവാക്കിയിരിക്കുകയാണ്, എനിക്ക് പണി ഇബാദത്തെടുക്കലാണ് എന്നാണ് പറഞ്ഞു. എൻ്റെ ജോലി ഇബാദത്തെടുക്കലാണ് എന്ന്. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളെ ചെലവ്, നിങ്ങൾക്കുള്ള ജീവിതമാർഗം, ജീവിക്കാനുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ ചെലവ് നോക്കുന്നത് ആരാന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരനാണ്, എൻ്റെ അഹാണ്, എൻ്റെ സഹോദരനാണ് എൻ്റെ ചെലവ് മുഴുവനും നോക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെക്കാളും ഇബാദത്തെടുക്കുന്ന ആള് നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങളെക്കാളും ഇബാദത്തെടുക്കുന്നവൻ നിങ്ങളുടെ സഹോദരനാണ്. അപ്പം അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, കുടുംബങ്ങളെ വളർത്താൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ജോലിയെടുക്കുന്നതും ബിസിനസ്സാക്കുന്നതും മറ്റുള്ള ഹലാലായ മഈശത്തിൻ്റെ മാർഗങ്ങൾ നോക്കുന്നത് മുഴുവനും നീയത്ത് നല്ലതാണെങ്കിൽ, നീയത്ത് നല്ല കരുത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അത് മുഴുവനും ഇബാദത്താണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനവും നല്ല നീയത്തോടെ നാം ചെയ്തു കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജോലി ഇബാദത്താക്കി മാറ്റണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല നീയത്തോടെ ചെയ്യുമ്പോൾ അല്ലാഹു അത് സ്വീകരിക്കുന്ന ഒരു ഇബാദത്തായി വരും. അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയും കുടുംബങ്ങളെ സഹായിക്കുകയും വേണ്ടത് ഒത്താശയങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം.
അതിന് അള്ളാഹു റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ.